നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. തിരുവത്താഴ ആചരണം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ടും തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. കർത്താവായ യേശുക്രിസ്തു പെസഹയിൽ നിന്ന് ഒരപ്പം എടുത്ത് വാഴ്ത്തി എന്നാണ് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു അപ്പത്തെ ആണോ വാഴ്ത്തിയത്, അതോ ദൈവത്തെയാണോ? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹി ടുക്ക് ദ ബ്രെഡ് ആൻഡ് ഗേവ് താങ്ക്സ് എന്നാണ്. താങ്ക്സ് പറയുന്നത് അപ്പത്തോടാണോ? ഒരു നിർജ്ജീവ വസ്തുവിനോടല്ലല്ലോ, ദൈവത്തോടല്ലേ. അപ്പോൾ ഇത് തർജ്ജമ ചെയ്ത ആളുകളുടെ മനസ്സിൽ എന്തോ ഒരു ധാരണപിശം ഉണ്ടായിരുന്നു. ആ ധാരണ വെച്ചാണ് അവര് വാഴ്ത്തി എന്നെഴുതിയത്. ഈ വാഴ്ത്തി എന്ന് വായിക്കുമ്പോൾ യേശു ഈ അപ്പത്തിന് രൂപമാറ്റം വരുത്തി എന്നാണ് ഒരു കൂട്ടം ക്രൈസ്തവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയും, വസ്തുമാറ്റ ഉപദേശം. യേശു അപ്പത്തെ വാഴ്ത്തി അതിനെ ജീവനുള്ളതാക്കി മാറ്റി, അല്ലെങ്കിൽ ആ ജീവനില്ലാത്ത അപ്പം യേശുവിൻ്റെ വാക്കിനാൽ ജീവനുള്ളതായിട്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ മാംസമായിട്ട് മാറി എന്നും അല്ല, യേശു തന്നെ ആയിട്ട് മാറി എന്നുമാണ്. ദൈവമായിരുന്ന യേശു ഒരിക്കൽ ഒരു മനുഷ്യ ശിശുവായി ജനിച്ചു, അല്ലെങ്കിൽ ഒരു മനുഷ്യനായി തീർന്നു. ആ യേശു വീണ്ടും അപ്പമായി തീർന്നു എന്നാണ് ചെല്ലു പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ ശരീരം എന്ന് യേശു പറഞ്ഞപ്പോൾ യേശു അപ്രത്യക്ഷനായിട്ട് യേശു അപ്പമായിട്ട് മാറിയില്ലല്ലോ. യേശു അവിടെ ഉണ്ടായിരുന്നു. രണ്ട് യേശു ഉണ്ടാകാൻ പാടില്ലല്ലോ. ഒരു യേശു അപ്പം എടുത്ത് കൊടുക്കുന്നു, വേറൊരു യേശു അപ്പമായി തീരുന്നു. അങ്ങനെയില്ല. അതായത് തിരുവത്താഴം കഴിക്കുന്നതിന് മുമ്പ് ഇതേ യേശു തന്നെയല്ലേ പെസഹയിൽ അവർക്ക് അപ്പം എടുത്ത് കൊടുത്തത്? ആ സമയത്ത് പെസഹയിലെ അപ്പം പെസഹ കുഞ്ഞാടായിട്ട് മാറിയോ? ഒരാടായിട്ട് മാറിയോ? ഇല്ലല്ലോ. കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട് അവർ പെസഹ ആചരിക്കുമ്പോൾ ഒരു വസ്തുമാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആകെ ഉള്ളത് സാധാരണ ഭക്ഷണത്തിന് സ്തോത്രം ചെയ്യുന്നത് പോലെ ഈ ആഹാരം തന്നതിനായിട്ട്, അല്ലെങ്കിൽ ഈ കൂട്ടായ്മ തന്നതിനായിട്ട്, ഈ സന്തോഷം തന്നതിനായിട്ട് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം പറയുന്നു. അങ്ങനെയാണ് അതുവരെ കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളായി അവര് പെസഹ ആചരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് പെസഹയിലെ അപ്പം ആടായിട്ട് മാറിയില്ല. പെസഹയിലെ വീഞ്ഞ് ആട്ടിൻ്റെ ചോരയായിട്ട് മാറിയില്ല. ഇത് യേശു അല്ലേ കൊടുത്തത്? യേശു തിരുവത്താഴം മാത്രമല്ലല്ലോ ശിഷ്യന്മാർക്ക് കൊടുത്തത്. യേശു പെസഹയുടെ അപ്പവും അതിലെ വീഞ്ഞും ശിഷ്യന്മാർക്ക് കൊടുത്തല്ലോ. അപ്പോൾ അത് ആട്ടിറച്ചിയായിട്ടും ആടിൻ്റെ ചോരയായിട്ടും മാറിയോ? ഇല്ല. അതിനൊരു മാറ്റവുമില്ല. അവിടെ ആകെ വേണ്ടത് മിസ്രൈമിൽ നിന്നുള്ള വിടുതൽ. അതിനായിട്ട് മിസ്രൈമിൽ പെസഹ കുഞ്ഞാട് കൊല്ലപ്പെട്ടു. ആ ഓർമ്മ, ദേശീയമായ വിടുതൽ, ഫറവോന്റെ അടിമത്തിൽ നിന്നുള്ള വിടുതൽ പെസഹ കുഞ്ഞാടിനായിട്ടുണ്ടായി എന്നുള്ള ഒരു ഓർമ്മ യഹൂദന്മാർക്കുണ്ടാകണം. അതിനാണ് പെസഹ സ്ഥാപിച്ചത്. പക്ഷെ അത് നിഴലായിരുന്നു. അതിൻ്റെ പൊരുളെന്ന് പറയുന്നത് പാപത്തിൽ നിന്ന്, പിശാചിൽ നിന്ന് മനുഷ്യവർഗത്തെ വിടുവിക്കുന്നതായിരുന്നു. കർത്താവായ യേശു പിറ്റേ ദിവസം മനുഷ്യവർഗത്തെ വിടുവിക്കുവാൻ യാഗമാകാൻ പോവുകയാണ്. അതുകൊണ്ട് യേശു തലേന്ന്, വെള്ളിയാഴ്ച യേശു മരിക്കാൻ പോകുന്നു, വ്യാഴാഴ്ച യേശു ശിഷ്യന്മാരെ കൂട്ടിയിട്ട് പെസഹയ്ക്ക് ശേഷം പറഞ്ഞു, ഇതെൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ പെസഹ കുഞ്ഞാടിൻ്റെ ശരീരം, ആ മിസ്രൈമിൽ നിന്നുള്ള വിടുതൽ, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ പെസഹ കഴിച്ചു. അതിനുശേഷം അതിലെ വീഞ്ഞ് അവർ കുടിച്ചു. അത് ആ പെസഹ കുഞ്ഞാടിൻ്റെ ചോരയെ
അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. അവരോർത്തു, ദൈവത്തിന് നന്ദി പറഞ്ഞു. അതിനുശേഷം യേശു പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഒരു പെസഹയുടെ ആവശ്യമില്ല. നമുക്കറിയാം, ഏറെ താമസിയാതെ യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടു. മഹാപുരോഹിതനും അല്ലെങ്കിൽ ലേവ്യരും ഒന്നും അവിടെ ഇല്ലാതെ വന്നു, യാഗങ്ങളില്ലാതെ വന്നു, പെരുന്നാളുകളില്ലാതെ വന്നു, യഹൂദന്മാർ ചെതറപ്പെട്ടു. അത് ശരിയാണല്ലോ. അപ്പോൾ പെസഹയുടെ ആവശ്യം ഇനിയില്ല. പിന്നീട് അപ്പോസ്തലന്മാരാരും പെസഹ കഴിച്ചിട്ടില്ല. ഇനി ഈ പൊരുളായ കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. നിഴലായിരുന്നു പെസഹ, അതിൻ്റെ പൊരുള് യേശുവിൻ്റെ മരണമാണ്. അതുകൊണ്ട് ഇനി എന്നെയാണ് ഓർക്കേണ്ടത്. ഞാനാണ് സാക്ഷാൽ പെസഹ കുഞ്ഞാട്. ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി ശരീരത്തിൽ പീഡയേൽക്കാൻ പോകുന്നത്. ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്താൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അടിയേൽക്കുന്ന എൻ്റെ ആ ശരീരത്തെ അല്ലെങ്കിൽ അതിലെ പങ്കപ്പാടുകളെ എന്ത് വില കൊടുത്താണ് ഞാൻ ഈ രക്ഷ സമ്പാദിച്ചതെന്നുള്ളത് നിങ്ങൾ ഓർക്കണം ഈ അപ്പം തിന്നുമ്പോൾ. 2, ഈ പാനപാത്രം കുടിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലെ ചോര മുഴുവനും നിങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പാപമില്ലാത്ത ചോര ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ ഞാൻ ചൊരിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച അല്ലെങ്കിൽ ഏൽപ്പിച്ച് തന്ന, വിഭാവനം ചെയ്ത ആ കാര്യത്തിൻ്റെ അർത്ഥവും ഉദ്ദേശവും ലക്ഷ്യവും മനസ്സിലാക്കാതെ അതിനെ വികലമായി പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത് വചനവിരുദ്ധമാണ്, വിഗ്രഹാരാധനയാണ്. യേശു എന്തുദ്ദേശിച്ചോ അതാണ് നമ്മൾ സാധിക്കേണ്ടത്. എന്തെങ്കിലും നമ്മൾ ചെയ്യുകയല്ല വേണ്ടത്, അതിൻ്റെ ഉദ്ദേശിച്ച ലക്ഷ്യം മനസ്സിലാക്കി ചെയ്യുകയാണ് വേണ്ടത്. യേശു ഒരാളോട് ചോദിച്ചു, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു, നീ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു? അപ്പോൾ തിരുവത്താഴത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശു പിറ്റേന്ന് മരിക്കാൻ പോകുന്നു, ചോര ചിന്താൻ പോകുന്നു. അതുകൊണ്ട് തലേ ദിവസം ഇസ്രായേലിനോട് ഈജിപ്റ്റ് വെച്ച് നാളെ നിങ്ങളെ ദൈവം വിടുവിക്കും, നാളെ നിങ്ങൾ ആടിനെ കൊല്ലണം, നാളെ നിങ്ങൾ വീടടച്ച് കാത്തിരിക്കണം എന്നല്ലേ പറഞ്ഞത്? നേരത്തെ തന്നെ അത് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ യേശു നേരത്തെ പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. ഇന്ന് നാം ദൈവസന്നിധി കൂടുമ്പോൾ ഒരപ്പമേ പാടുള്ളൂ. അതല്ലാതെ ഒന്നാമത്തെ കാര്യം, പല സഭകൾ ചേർന്നുള്ള സംയുക്ത ആരാധന ഒന്നും വേദോത്സവത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഒരു സഭയുടെ തിരുവത്താഴമാണ്, ആ സഭ കർത്താവിൻ്റെ ശരീരമാണ്. പലരായി നിങ്ങളൊരു ശരീരമാകുന്നു. അത് ഒരു സ്ഥലസഭയുടെ കാര്യമാണ്. അല്ലാതെ ഒരു ജില്ലയിലെ മൊത്തം വിശ്വാസികളുടെയോ ഒരു സംസ്ഥാനത്തിലെ മൊത്തം വിശ്വാസികളെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ തെക്കൻ ഭാഗത്തെ വിശ്വാസികളെയോ വടക്കൻ ഭാഗത്തെയോ അല്ലെങ്കിൽ മധ്യഭാഗത്തെ അങ്ങനെയൊന്നും തിരിക്കാൻ പാടില്ല. ഒരു പ്രാദേശിക സഭ, ആ പ്രാദേശിക സഭയിലെ ആരാധനയ്ക്ക് നാം കൂടുമ്പോൾ ഒരപ്പം മാത്രമേ പാടുള്ളൂ. ആ ഒരപ്പത്തിൽ നിന്ന് എല്ലാവരും പങ്കെടുക്കും. 2, ഒരു പാനപാത്രം വീഞ്ഞേ പാടുള്ളൂ. അതിൽ നിന്ന് എല്ലാവരും കുടിക്കണം. സൗകര്യാർത്ഥം സമയലാഭത്തിനു വേണ്ടി അത് ചില പാത്രങ്ങളിലേക്ക് മാറ്റുന്നതിൽ തെറ്റില്ല. അതിനകത്ത് വചനവിരുദ്ധതയില്ല. കാരണം ഒരു പാത്രത്തിൽ നിന്ന് പലരാണല്ലോ കുടിക്കുന്നത്. എന്നാൽ ഒരാൾക്കൊരു പാത്രം എന്നുള്ളത് വേദപുസ്തകത്തിലെ ഈ സത്യത്തോട് പൂർണ്ണമായി യോജിക്കുന്നതല്ല. നമ്മൾ യേശുവിൻ്റെ മരണത്തെ മാത്രം ഓർക്കുന്നത് ആരാധനയാകുന്നില്ല. യേശുവിൻ്റെ മരണത്താൽ പലരായ നമ്മെ ഒന്നാക്കിയിരിക്കുന്നു. നമ്മളെ ഒരു പാത്രത്തിൽ കുടിക്കുന്നവരാക്കി, ഒരു അപ്പത്തിൻ്റെ അംശികളാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള ആ കാര്യം കൂടെ ഇതിനകത്ത് ചേർന്ന് വരണം. അതുകൊണ്ട് അപ്പം എടുത്തിട്ട് യേശു ആണല്ലോ അന്നത് ലീഡ് ചെയ്തത്. അതുപോലെ സഭയിലെ ഒരാൾ അപ്പം എടുത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും അപ്പത്തെ വാഴ്ത്താൻ പാടില്ല. ആ നിർജ്ജീവ വസ്തുവിനെ വാഴ്ത്താൻ പാടില്ല. മലയാളത്തിൽ വാഴ്ത്തി എന്നുള്ളത് തർജ്ജിമ പെശകാണ്. ഇംഗ്ലീഷിൽ ഗേവ് താങ്ക്സ് എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ അപ്പം എടുത്തിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ അപ്പം തന്നതിനായി, അതിലെ ആത്മീയ അർത്ഥങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുപോലെ പാനപാത്രം എടുത്തിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതൊരിക്കലും മറക്കാനായിട്ട് പാടില്ല. അല്ലാതെ ഇത് മറ്റൊന്നായിട്ട് മാറുന്നു എന്ന് ചില സഭകൾ പഠിപ്പിക്കുന്നത് പോലെയും
രക്തവും ചോരയും ആ മാംസവുമായിട്ടൊന്നും മാറുന്നില്ലെങ്കിലും ഇതിനെ നമ്മൾ ഒന്ന് ശുദ്ധീകരിക്കണം. അപ്പോൾ അതുവരെ ശുദ്ധീകരിക്കാതിരിക്കുകയായിരുന്നു. നമ്മൾ അങ്ങനെ സ്തോത്രം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഴ്ത്തുമ്പോഴാണ് ഇത് ശുദ്ധീകരിക്കപ്പെടുന്നത് എന്ന് വരാൻ പാടില്ല. തീർച്ചയായിട്ടും അത് നമ്മൾ തിരുവത്താഴത്തിനായിട്ട് വേർതിരിച്ച് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് വേർതിരിക്കപ്പെട്ടു അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെട്ടു. നമ്മൾ അതെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പാനപാത്രത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സത്യം മറക്കാതിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഒപ്പം നമുക്കായി മരിച്ച കർത്താവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഇത് പങ്കെടുക്കുവാൻ. ജീവിതത്തിൽ രഹസ്യ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ചിട്ട് വേണം പങ്കെടുക്കാൻ. ഏതെങ്കിലും സഭാംഗത്തോട്, സഭയിലെ പ്രത്യേകിച്ച് ആ സ്ഥലസഭയിലെ ഏതെങ്കിലും അംഗത്തോടൊരു ഭാരമുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാനായിട്ട് പാടില്ല. പിന്നെ പാപം ചെയ്ത ഒരു വിശ്വാസി അയാളെ സഭയിൽ നിന്ന് ഒരു ശിക്ഷണ നടപടിക്ക് വിധേയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇതിൽ പങ്കെടുക്കാൻ അവകാശമില്ല. ചില ആളുകൾ പറഞ്ഞു ഇത് കർത്താവിൻ്റെ മേശയല്ലേ, അതുകൊണ്ട് സഭയുടെ അല്ലല്ലോ, കർത്താവിൻ്റെ അല്ലേ, അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ പങ്കെടുക്കാമെന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അബ്രഹാം യാഗം കഴിക്കുന്ന സമയത്ത് റാഞ്ചൻ പക്ഷി അത് തിന്നാൻ വേണ്ടി പാഞ്ഞെടുത്തു. ആ യാഗത്തെ അശുദ്ധമാക്കാൻ അബ്രഹാം സമ്മതിച്ചില്ല. റാഞ്ചൻ പക്ഷി ആട്ടിക്കളഞ്ഞു. അതുപോലെ തിരുവത്താഴത്തെ അയോഗ്യരായ ആളുകൾ പങ്കെടുത്ത് അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും പാടില്ല. തീർച്ചയായിട്ടും ആ കാര്യം ഗൗരവമായിട്ട് എടുക്കുവാൻ ദൈവദാസന്മാർക്ക് സാധിക്കണം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.